ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും LifeTones ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ കരിമീനിൻ്റെ ഒരു അടിപൊളി ഐറ്റം നേരത്തെ ഇട്ടിരുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ട് നമുക്ക് നല്ല പ്രചോദനമായി. അതുകൊണ്ട് നമ്മൾ വീണ്ടും കരിമീനിൻ്റെ ഒരു ഐറ്റം കൂടെ ഇടുകയാണ്. മൺചട്ടിയിൽ അടിപൊളിയായിട്ട് കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് കരിമീനാണ്. കരിമീൻ പലതരത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രുചികളിൽ കരിമീൻ ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്തെടുത്താലും കരിമീൻ കേരളത്തിൻ്റെ സ്വന്തമാണ്, അടിപൊളിയാണ്. ഈ കരിമീൻ കഴിക്കാൻ വേണ്ടിയാണ് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് പുറത്തു നിന്ന് പറന്നെത്തുന്നത്. നമ്മുടെ നാട്ടുകാരും പറന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്താറുണ്ട് ഈ കരിമീൻ കഴിക്കാൻ. പണ്ടൊക്കെ ഞാൻ ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കരിമീൻ കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോഴ് അതൊക്കെ സ്വതന്ത്രമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു വെറൈറ്റി കരിമീൻ ഡിഷാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ കരിമീൻ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ, കൂട്ടുകാരോടൊക്കെ പറയണം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാവരെയും നമ്മുടെ കരിമീൻ ഫ്രൈയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ കരിമീൻ ഫുള്ളായിട്ടല്ല വറക്കുന്നത്, ഒരു സ്പെഷ്യലായിട്ടുള്ള സ്റ്റൈലിലാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് നമുക്ക് കരിമീൻ 1 കിലോ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫിഷ് മസാല 1 സ്പൂൺ, വിനാഗിരി, കറിവേപ്പില ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് നന്നായിട്ട് കരിമീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഈ 1 കിലോ കരിമീൻ വീട്ടിലൊക്കെ വറുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 200 മില്ലി വെളിച്ചെണ്ണയെങ്കിലും നമ്മൾ ഒഴിക്കേണ്ട വരും. അപ്പോൾ നമ്മളിവിടെ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡൊന്ന് പരീക്ഷിക്കാം. കുട്ടനാടിൻ്റെ ഉൾഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ നീളമുള്ള തെങ്ങും തടിയൊക്കെ ഇട്ട് അതിൽ കൂടി ആൾക്കാരിങ്ങനെ ബാലൻസ് ചെയ്ത് നടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ന് മൺചട്ടിക്കകത്തേക്ക് കറിവേപ്പിൻ്റെ തണ്ടങ്ങ് ഒടിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ ആവശ്യമില്ല, വലിയ പാത്രവും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിവേപ്പിൻ്റെ തണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിവേപ്പിൻ്റെ തണ്ടാകുമ്പോൾ നല്ല സുഗന്ധമുണ്ട്, പച്ച ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞും പോകത്തില്ല. കരിമീൻ അടി പിടിക്കാതെ പാലത്തെ കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന പോലെ അവിടെ നിൽക്കും. നല്ല കരിമുരാന്ന് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. എണ്ണ അധികം കുടിക്കത്തില്ല. ഇതുപോലെ സിമ്പിളായിട്ട് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കരിമീൻ ആ കറിവേപ്പില പാലത്തിലേക്ക് നൈസായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അടുക്കി വെച്ച കരിമീൻ മുകളിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചേക്കാം. ഒരു 15 മിനിറ്റ് നേരം കരിമീൻ അവിടെ നിന്ന് സെറ്റാവട്ടെ. അപ്പോൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് ഫ്രൈ ആയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പൊരിഞ്ഞ കരിമീൻ അങ്ങനെ പാലത്തെ കയറിയിൽ നിന്ന് സെറ്റായിട്ടുണ്ട്. ആ കറിവേപ്പിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് വരുന്നത്. ഇപ്പോൾ ഈ കരിമീൻ ഇങ്ങനെ ഞാൻ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളു പോലും കളയണ്ട, അങ്ങ് കരിമുരാന്ന് തകർക്കാം. ഹായ്. അപ്പോൾ നമ്മുടെ കരിമീൻ കരിമുരാന്ന് മൺചട്ടിയിൽ നല്ല റെഡിയായത് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കരിമീൻ ആയതുകൊണ്ട് മുള്ളിച്ചിരി കൂടുതലാണ്, പക്ഷേ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മുള്ളൊന്നും പ്രശ്നമല്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. എന്നിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോകൾ വരുന്നുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണം, നല്ല സപ്പോർട്ടൊക്കെ ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പലതരം പാചകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളും നല്ല നല്ല കുക്കിംഗ് ഐറ്റമൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്കൊക്കെ കൂട്ടുകാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ ബൈ.